നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. ഷോ ദാറ്റ് M22 എന്നത് 2x2 മെട്രിക്സ് ഒരു വെക്ടർ ആണെന്ന്, ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിലെ എലമെൻ്റ് എല്ലാം എന്താ? ആറിലെ എലമെൻ്റ് ആണ്. AB 2x2 മെട്രിക്സ് ABCD എന്ന് പറയുന്നത് 2x2 മെട്രിക്സ്, എയും ബിയും സിയും ഡിയും ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. ഇത് വെക്ടർ സ്പേസ് ഓവർ 6. ഇവിടെ ഫീൽഡും 6 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു 2x2 മെട്രിക്സ്, ഇതൊരു 2x2 മെട്രിക്സ്. അപ്പോൾ എന്താ? ഈ 2x2 മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താ? ഒരു 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ്? ക്ലോഷർ അണ്ടർ അഡീഷൻ. ക്ലോഷർ അണ്ടർ അഡീഷൻ 2x2 മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്ന ഒരു 2x2 മെട്രിക്സ്. ഇനി A+B എന്തായിരിക്കും? A+B B+A ആയിരിക്കും. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ഓഫ് അഡീഷൻ നിങ്ങൾ നോക്കണം. രണ്ട് 2x2 മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നെ അസോസിയേറ്റീവ് അഡീഷൻ A+B+C ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? A+B+C. അപ്പം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അത് നിങ്ങൾ ചെയ്തു നോക്കണം. എല്ലാം 2x2 മെട്രിക്സ് ആണ്. ഇനി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി, അതൊരു 2x2 മെട്രിക്സ്, എല്ലാ എൻട്രീസും 0 ആണ്. അങ്ങനെയാണ് A+0 എന്തായിരിക്കും? A തന്നെയായിരിക്കും. അപ്പോൾ 0 ആണ്. ഈ 0 ആണ് അതിൻ്റെ അഡിറ്റീവ് ഐഡന്റിറ്റി. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്, ഇത് A ആണെങ്കിൽ ഈ -A എടുക്കുക. അപ്പോൾ A+-A എന്തായിരിക്കും? 0. അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടി. അപ്പം അഡിറ്റീവ് ഇൻവേഴ്സും ഉണ്ട്. എക്ക് ഒരു ഇൻവേഴ്സ് ഉണ്ട്, അത് -A ആണ്. അടുത്ത് സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഇതൊരു 2x2 മെട്രിക്സ്, അതിനെ ഒരു സ്കെയിലർ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ കിട്ടുന്നതോ ഒരു 2x2 മെട്രിക്സ്. അപ്പം ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മെട്രിക്സ് അഡീഷൻ. അപ്പം എന്താ? ലാംഡ ഇൻറ്റു A+B ഈക്വൽ ടു ലാംഡ A പ്ലസ് ലാംഡ B. ലാംഡ ഒരു സ്കെയിലറാണ്, റിയൽ നമ്പറാണ്. അപ്പോൾ 7th കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി 8th കണ്ടീഷൻ ലാംഡ പ്ലസ് മ്യൂ ഇൻറ്റു A ഈക്വൽ ടു ലാംഡ A പ്ലസ് മ്യൂ A. അപ്പം സ്കെയിലർ അഡീഷനിലും ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഉണ്ട്. ഇനി അസോസിയേറ്റിവിറ്റി ഓഫ് സ്കെയിലർ മൾട്ടിപ്ലൈ ലാംഡ ഇൻറ്റു UA ഈക്വൽ ടു ലാംഡ മ്യൂ ഇൻറ്റു A. ഇതാണ് ലാംഡ ഇൻറ്റു മ്യൂ A ഈക്വൽ ടു ലാംഡ മ്യൂ ഇൻറ്റു A. അതും ശരിയാണ്. അടുത്ത് ഐഡന്റിറ്റി എലിമെന്റ് 1 എന്ന് പറയുന്ന ഐഡന്റിറ്റി എലിമെന്റ്, ഒരു 1 ഒരു സ്കെയിലറാണ്, ഒരു റിയൽ നമ്പറാണ്. 1 ഇൻറ്റു A എന്താണ്? A ആണ്. അതും ശരിയാണ്. അപ്പം 10 ആക്ഷൻസും പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓൾ വെക്ടർ സ്പേസ് ആക്ഷൻസ് ആർ സാറ്റിസ്ഫൈഡ് എൻട്രി വൈസ്, therefore M2x2 is a vector space over R. നെക്സ്റ്റ്, ഷോ ദാറ്റ് Rn is a vector space. അപ്പം Rn എന്ന് പറഞ്ഞാൽ R2 എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡേർഡ് പെയറാണ്. 2 പെയർ ഉണ്ടാവും. Rnൻ്റെ അകത്തോ n ഓർഡേർഡ് പെയർസ് ഉണ്ട്. ഇതാ x1 x2 xn. ഇത് R2 പോലെ ഇതുപോലെ തന്നെ ഇതും പ്രൂവ് ചെയ്താൽ മതി. വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ നേരത്തെ സാധാരണ x1 x2 എന്ന് എടുക്കുന്നതിന് പകരം ഇവിടെ x1 x2 xn എന്ന് എടുത്താൽ മതി. പ്രൂഫ് എല്ലാം അതുപോലെ തന്നെ, മാറ്റമൊന്നുമില്ല. എന്നാലും ഞാനൊന്ന് പറയാം. ഇവിടെ ഇത് വെക്ടർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താ? ക്ലോഷർ അണ്ടർ, ഇത് ആഡ് ചെയ്യുന്നതുണ്ടല്ലോ, ഇത് തമ്മിൽ ആഡ് ചെയ്യുന്നു. ഇതാ ക്ലോഷർ അണ്ടർ അഡീഷൻ. എക്സ് ഇത്, വൈ ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x പ്ലസ് വൈയോ x1 പ്ലസ് y1 x2 പ്ലസ് yn xn പ്ലസ് yn. അതൊരു ഓർഡേർഡ് n2 പ്ലസ് ആണ്. ഇതിന് നമ്മൾ x1 x2നെ നമ്മൾ ഓർഡേർഡ് പെയർ എന്ന് പറയും. ഇതിന് x1 x2 xnനെ ഓർഡേർഡ് n ട്യൂപ്പിൾസ് എന്ന് പറയും. n ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണിത്. n കോമ്പോണൻ്റ് ഉണ്ടാവും, n കമ്പോണൻ്റ് ഉണ്ടാവും. അപ്പം അഡീഷനാണ്, ക്ലോഷർ അണ്ടർ അഡീഷനാണ്, കമ്മ്യൂട്ടേറ്റീവ് ഓഫ് അഡീഷനാണ്. x+y ഈക്വൽ ടു y+x ആണ്. ഇനി അസോസിയേറ്റീവ് അഡീഷൻ ഉണ്ട്. x+y+z ഈക്വൽ ടു എന്തായിരിക്കും? ഇത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ x+y+z ആയിരിക്കും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്താ? 0 0 0 n സീറോസ്. അപ്പോൾ എന്തായിരിക്കും? x+0 ഈക്വൽ ടു എന്ത് തന്നെയായിട്ട്? x തന്നെ കിട്ടും. ഇനി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സോ
ഇതാ യുവിൻ്റെ ഇവിടെ നമ്മൾ എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്, യു അല്ല എക്സ് എന്നാണ് എടുക്കുന്നത്. എക്സിൻ്റെ മൈനസ് എക്സ് എന്തായിരിക്കും? അതെല്ലാം മൈനസ് ആയിരിക്കും. അപ്പം എക്സ് പ്ലസ് മൈനസ് എക്സ് എന്തായിരിക്കും? 0 കിട്ടി. ഇനി ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. ഒരു x1 x2 എക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്താ? ഇതൊരു n ഡയമെൻഷൻ ആയിരിക്കും, nth കമ്പോണൻ്റ് ഉണ്ടാവും. പിന്നെ a ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്താണ്? ഇതാണ് കിട്ടുന്നത്. അത് എ എക്സ് പ്ലസ് എ വൈ ആയിരിക്കും. അത് നിങ്ങൾ നോക്കിയാൽ മതി. എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് എ വൈ ആയിരിക്കും. അടുത്തത് എ പ്ലസ് ബി എക്സ് ഈക്വൽ ടു എന്താ? എ പ്ലസ് ബി എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ്. അതും കിട്ടി. അപ്പം ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഓവർ സ്കെയിലർ അഡീഷൻ. ഇനി കമ്പാറ്റിബിലിറ്റി ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. എ ഇൻറ്റു ബി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും കിട്ടുക? എ ബി ഇൻറ്റു ഇത് നമ്മൾ കിട്ടി. എ ബി ഇൻറ്റു എക്സ്. എ ഇൻറ്റു ബി എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ബി എക്സ്. ഇതാണ്. ഇത് തന്നെയാണ് എ ബി ഇൻറ്റു എക്സ്. ഇനി ഐഡൻറ്റി എലമെന്റ് എന്താ? 1 ഇൻറ്റു എക്സ്. ഇതാണ് കിട്ടുക. അത് എക്സ് തന്നെ കിട്ടി. അപ്പം 10 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വെക്ടർ സ്പേസ് ആണ്. ഇനി നമ്മൾ സബ്സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ് ഡെഫിനിഷൻ. എ നോൺ എംപ്റ്റി സബ്സെറ്റ് W of a vector space V is a subspace of V when W is a vector space under the operation of addition and scalar multiplication defined in V. എന്ന് പറഞ്ഞാൽ ഇതൊരു V എന്ന് പറയുന്ന വെക്ടർ സ്പേസ്. ഇതിൻ്റെ ഒരു സബ്സെറ്റാണ് W. ഈ W ഒരു വെക്ടർ സ്പേസ് ആകണമെങ്കിൽ V ഒരു വെക്ടർ സ്പേസ് ആണ്. W ഒരു വെക്ടർ, ഈ സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. W is a non-empty subset of a vector space. Non-empty ആയിരിക്കണം W. Then W is a subspace of V if and only if the 3 conditions listed below hold. Contain the 0 vector. 0 എന്ന് പറയുന്ന ഈ വിയിലുള്ള 0 എലമെന്റ് ഡബ്ല്യൂയിലും ഉണ്ടാകണം. ഇതിൻ്റെ അകത്താണ് 0 എലമെന്റ് ഉണ്ടാകേണ്ടത്. 0 ഉണ്ടായിരിക്കണം. പിന്നെ യുവും വിയും ഡബ്ല്യൂയിലുണ്ടെങ്കിൽ യു പ്ലസ് വി ഡബ്ല്യൂയിലുണ്ടാകണം. മൂന്നാമത്തെ എലമെന്റ്, മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? സി യുവും ഇതെന്താ? യു ഈസ് ഇൻ ഡബ്ല്യു ആൻഡ് സി ഈസ് എനി സ്കെയിലർ. സി യുവും മൂന്നാമത്തെ കണ്ടീഷൻ. സി യു ഇതിൻ്റെ അകത്തുള്ള എലമെന്റ് ആണ്. അങ്ങനെ സി യുവും ഡബ്ല്യൂയിൽ ഉണ്ടാകണം. അങ്ങനെ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ഡബ്ല്യു 10 കണ്ടീഷൻ നമുക്ക് നോക്കണ്ട. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ഡബ്ല്യു എന്ന് പറയുന്ന സെറ്റ്, ഈ യുവിൻ്റെ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് ഡബ്ല്യുവും ഇതിൻ്റെ എഫും കൂടെ കൂടിയാൽ ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. ഇതിനാണ് തിയറം 4.5 ടെസ്റ്റ് ഫോർ സബ്സ്പേസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. Question number 1. W be the set of all n by n symmetric metrics. Show that W is a subspace of the vector space m into n by n with a standard operation of matrix addition and scalar multiplication. ഇപ്പോൾ നമ്മൾ യു എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ മെട്രിക്സ് ആണ്. n by n മെട്രിക്സ് ആണ് ഈ വി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ n by n മെട്രിക്സ് ആണ്. ഇതിൻ്റെ അകത്തുള്ളൊരു സബ്സെറ്റാണ് ഡബ്ല്യു എന്ന് പറയുന്ന ഡബ്ല്യുവിൻ്റെ അകത്തുള്ളതൊക്കെ എന്താണ്? സിമിട്രിക് മെട്രിക്സ് ആണ്. ഡബ്ല്യു ഒരു സിമിട്രിക് മെട്രിക്സ്. ഒരു മെട്രിക്സ് സിമിട്രിക് ആണെങ്കിൽ ഡബ്ല്യുവിൻ്റെ അകത്തുള്ള ഒരു സിമിട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആയിരിക്കണം. അങ്ങനെയാണ് എനെ നമ്മൾ സിമിട്രിക് മെട്രിക്സ് എന്ന് പറയും. ഡബ്ല്യുവിൻ്റെ അകത്തുള്ള എല്ലാം സിമിട്രിക് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനകത്ത് നമ്മൾ ആദ്യം 3 കണ്ടീഷൻ എന്തൊക്കെയാണ്? 0 ഉണ്ടാകണം. 0 എന്ന് പറയുന്ന മെട്രിക്സ് വിയിൽ 0 എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. അങ്ങനെയാണ് 0
ഇതിൻ്റെ ട്രാൻസ്പോസും 0 ആണ്. അപ്പോൾ എന്താ, 0 എലമെൻ്റ് ഉണ്ട്. ഡബ്ല്യുവിൻ്റെ അത് 0 എലമെൻ്റ് ഉണ്ട്, 0 വെക്ടർ ഉണ്ട്. അപ്പോൾ ഡബ്ല്യു നോൺ എം ടി അല്ല. ആദ്യത്തെ കണ്ടീഷനാണിത്. ഡബ്ല്യു കണ്ടെയ്ൻ എ 0 വെക്ടർ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനുണ്ട്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ നോക്കണ്ടേ? രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യുവും വിയും ഉണ്ടെങ്കിൽ u പ്ലസ് വി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എ ഒരു സിമിട്രിക് മെട്രിക്സ്, ബി ഒരു സിമിട്രിക് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ട്രാൻസ്പോസ് എന്തായിരിക്കും? എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എ സിമിട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് എ ആണ്, ബി സിമിട്രിക് ആണെങ്കിൽ ബി ട്രാൻസ്പോസ് ബി ആണ്. അപ്പോൾ എന്താ, എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതുകൊണ്ട് എ പ്ലസ് ബി എന്താണ്? സിമിട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ തേർഡ് കണ്ടീഷൻ, എ ഒരു സിമിട്രിക് മെട്രിക്സ് ആണ്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. മൂന്നാമത്തെ കണ്ടീഷൻ ആണ് യു ഈസ് ഇൻ ഡബ്ല്യു, ദെൻ സി യു ഈസ് ഇൻ ഡബ്ല്യു. അപ്പം എ ഒരു സിമിട്രിക് മെട്രിക്സ് ആണ്. അങ്ങനെയാണ് സി എയും ഒരു സിമിട്രിക് മെട്രിക്സ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സി എയും ഒരു സിമിട്രിക് എന്നുവെച്ചാൽ സി എ ട്രാൻസ്പോസ് സി എ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യണം. സി എ ട്രാൻസ്പോസ് ഈക്വൽ ടു സി ഇൻറ്റു എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എ ആണ്. അപ്പോൾ സി എ ട്രാൻസ്പോസ് ഈക്വൽ ടു സി എ ആണ്. എ സിമിട്രിക് ആയതുകൊണ്ട് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അപ്പോൾ സി എ ട്രാൻസ്പോസ് ഈക്വൽ ടു സി എ. അതുകൊണ്ട് എന്താ, 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സബ് സ്പേസിൻ്റെ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ, ഇത് ഈ ഓൾ n ബൈ n സിമിട്രിക് മെട്രിക്സ് എന്താണ്? ഒരു സബ് സ്പേസ് ആണ്. ഡബ്ല്യു ഈസ് എ സബ് സ്പേസ് ഓഫ് വെക്ടർ സ്പേസ് m ഇൻറ്റു m n ബൈ n. ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. അപ്പം സിമിട്രിക് മെട്രിക്സ് എന്താണ്? ഒരു സബ് സ്പേസ് ആണ്. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. യൂസിങ് 2x2 സിമിട്രിക് മെട്രിക്സ് ടു ഇല്ലസ്ട്രേറ്റ് ദ സബ് സ്പേസ് പ്രോപ്പർട്ടീസ്. ഇതൊരു 2x2 മെട്രിക്സ്, ഇതൊരു 2x2 മെട്രിക്സ്, സിമിട്രിക് മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ്. അപ്പം നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. ഇതെന്താ, ടു സിമിട്രിക് മെട്രിക്സ് എ പ്ലസ് ബി എന്തായിരിക്കും? ഈ രണ്ട് എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. ഇനി 5A ഒരു സിമിട്രിക് മെട്രിക്സ് ആണ്. അങ്ങനെയാണ് 5A ട്രാൻസ്പോസ് എന്തായിരിക്കും? 5A തന്നെയാണ്. അപ്പം അങ്ങനെയാണ് ദ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ സിമിട്രിക്, ഹെൻസ് ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് എന്താ, 2x2 സിമിട്രിക് മെട്രിക്സ് ഒരു സബ് സ്പേസ് ആണ്. നമ്മൾ 2x2 സിമിട്രിക് മെട്രിക്സ് ഒരു സബ് സ്പേസ് ആണെന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞത് n ബൈ n സിമിട്രിക് മെട്രിക്സ് സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്തു ഒരു 2x2 എക്സാമ്പിൾ എടുത്തിട്ട് നമ്മളൊരു 2x2 മെട്രിക്സ് സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇപ്പോൾ ഓക്കെ.